The system is multi-user mode if and only if it is operating normally. If the system is operating normally, the kernel is functioning. Either the kernel is not functioning or system is in interrupt mode. If the system is in interrupt mode, if the system is not in multi-user mode, then it is in interrupt mode. However, the system is not in interrupt mode. ഇതാണ് അവസാനത്തെയാണ് നമുക്ക് എന്ത് വരേണ്ടത്, കൺക്ലൂഷൻ വരേണ്ടത്. ആർ ദ സ്പെസിഫിക്കേഷൻസ് ഈസ് കൺസിസ്റ്റൻറ്റ് എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് തന്ന ആൾക്കാരേനൊക്കെ എടുത്ത് എഴുതി. അപ്പം ലാസ്റ്റ് എന്ത് വരണം, നെഗേഷൻ എസ് എന്ന് വരണം. ഓക്കെ, അപ്പോൾ ഇവിടെ തന്ന ആൾക്കാരെ PQRS എടുത്ത് എഴുതണം. ദ സിസ്റ്റം ഈസ് മൾട്ടി യൂസർ മോഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്. അപ്പോൾ ആദ്യത്തെ P എന്ന് പറയുന്നത് സിസ്റ്റം ഈസ് ഇൻ മൾട്ടി യൂസർ മോഡ്. ഇഫ് ആൻഡ് ഓൺലി ഇഫ് കഴിഞ്ഞിട്ടുള്ള വരുന്നത് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് നോർമലി. അപ്പോൾ സിസ്റ്റം ഈസ് ഓപ്പറേറ്റിംഗ് നോർമലി. അടുത്തത് ഇഫ് ദ സിസ്റ്റം ഈസ് ഓപ്പറേറ്റിംഗ് നോർമലി, അത് ഓൾറെഡി വന്നു. ദ കേർണൽ ഈസ് ഫങ്ഷനിങ്, പുതിയ വേർഡ് കിട്ടി. ഐദർ ദ കേർണൽ ഈസ് നോട്ട് ഫങ്ഷനിങ് ഓർ സിസ്റ്റം ഈസ് ഇൻ ഇൻറപ്റ്റ് മോഡ്. അപ്പോൾ അടുത്ത സെൻറ്റൻസ് കിട്ടി, ദ സിസ്റ്റം ഈസ് ഇൻ ഇൻറപ്റ്റ് മോഡ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെ സെൻറ്റൻസുകളൊന്നും നമുക്ക് കിട്ടാനില്ല. ഇവർ പറഞ്ഞത് എന്താണ്, ആദ്യത്തെ ദ സിസ്റ്റം ഈസ് ഇൻ മൾട്ടി യൂസർ മോഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഈസ് ഓപ്പറേറ്റിംഗ് നോർമലി എന്ന് പറയുമ്പോൾ P ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q എന്ന് കിട്ടി. ഇനി ഇഫ് ദ സിസ്റ്റം ഈസ് ഓപ്പറേറ്റിംഗ് നോർമലി ദ കേർണൽ ഈസ് ഫങ്ഷൻ. അപ്പോൾ ഇഫും തന്നെയാണ് ഉദ്ദേശിച്ചേക്കുന്നത്. അപ്പോൾ P ഇംപ്ലൈസ് ദ സിസ്റ്റം ഈസ് ഓപ്പറേറ്റിംഗ് നോർമലി എന്ന് പറയുന്നത് Q ആണ്. കേർണൽ ഈസ് ഫങ്ഷനിങ് എന്ന് പറയുന്നത് ആരാണ്. അപ്പോൾ Q ഇംപ്ലൈസ് ആർന്ന് കിട്ടി. അടുത്തതായത് കേർണൽ ഈസ് നോട്ട് ഫങ്ഷനിങ് ഓർ സിസ്റ്റം ഈസ് ഇൻ ഇൻറപ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ നെഗേഷൻ Q ഓർ ആർന്ന് കിട്ടി. ഇഫ് ദ സിസ്റ്റം ഈസ് നോട്ട് ഇൻ മൾട്ടി യൂസർ മോഡ് ദെൻ ഇറ്റ് ഈസ് ഇൻറപ്റ്റ് മോഡ്. അപ്പോൾ ലാസ്റ്റ് എന്താ പറയണേ, ദ സിസ്റ്റം ഈസ് ഇൻ നോട്ട് മൾട്ടി യൂസർ മോഡ് എന്ന് പറയുമ്പോൾ നെഗേഷൻ P, ദെൻ ഇറ്റ് ഈസ് ഇൻറപ്റ്റ് മോഡ് എന്ന് പറയുമ്പോൾ ഇംപ്ലൈസ് എസ്. ഹവർ ദ സിസ്റ്റം ഈസ് ഇൻ ദെർഫോർ എന്നല്ല ദെർഫോർ അല്ലല്ലോ. അപ്പോൾ ഇവിടെ ലാസ്റ്റ് പറയണത് സിസ്റ്റം ഈസ് നോട്ട് ഇൻ ഇൻറപ്റ്റ് മോഡ്. അപ്പോൾ നെഗേഷൻ എസ്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഏതാണ്, നെഗേഷൻ എസ്സിന്ന് നമുക്ക് തുടങ്ങാം. അതായത് നെഗേഷൻ എസ് ട്രൂ ആണെങ്കിൽ എസ് എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ അവിടെ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് നെഗേഷൻ P ഇംപ്ലൈസ് എസ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ എസ് ഫോൾസ് ആയതുകൊണ്ട് നെഗേഷൻ P എന്തായേ പറ്റുള്ളൂ, നെഗേഷൻ P ഫോൾസ് ആയേ പറ്റുള്ളൂ ബൈ മോഡസ് എന്താ P ഇംപ്ലൈസ് Qയിൽ Pനെ കുറിച്ച് പറയണതിൻ്റെ പേരെന്താ, മോഡസ് ടോളറൻസ്. അപ്പോൾ നെഗേഷൻ P എന്താണ്, ഫോൾസ് ആണെന്ന് മനസ്സിലായി. നെഗേഷൻ P ഫോൾസ് ആണെങ്കിൽ ആര് ട്രൂ ആയിരിക്കും, P ട്രൂ ആയേ പറ്റുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് Pനെ കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ട്. P ട്രൂവ്, എസ് ഫോൾസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതുള്ളത് എസ്സിനെ കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ നെഗേഷൻ ആർ ഓർ എസ് എടുക്കുമ്പോൾ അത് ഓറായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. പക്ഷേ എസ് ഫോൾസ് ആണ്, അത് ലാഭായി. അപ്പോൾ നെഗേഷൻ ആർ ഓർ എസ് ട്രൂ എന്ന് പറഞ്ഞിട്ട് എസ് ഫോൾസ് ആണെങ്കിൽ അവിടെ ആരാണ് ട്രൂ വരുന്നത്, നെഗേഷൻ ആറ് ട്രൂ ആയേ പറ്റുള്ളൂ. അതായത് ആറും എന്താണെന്ന് കിട്ടി, നമുക്ക് ഫോൾസ് ആണെന്ന് കിട്ടി. അപ്പോൾ Q ഇംപ്ലൈസ് ആറ്. ഇനി അടുത്ത് നമുക്ക് എന്താ കിട്ടിയ, ആറ് ഫോൾസ് ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അല്ല, P ട്രൂ ആണെന്നുണ്ട്. അപ്പോൾ P ഇഫ് ആൻഡ് ഓൺലി ഇഫ് Q, അതിൽ നമുക്കറിയാം Pയും Qവും ട്രൂ ആവണം. അപ്പോൾ ഇവിടെ നമുക്ക് Q അതാണ് P ഓൾറെഡി ട്രൂ ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ, നമുക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ട് P ട്രൂ ആണെന്ന്. അപ്പോൾ Q എന്തായി, Qവും ട്രൂ ആണ്. നമുക്കുള്ളത് Q ഇംപ്ലൈസ് ആറുണ്ട് കയ്യിൽ. അപ്പോൾ അതിൽ Q ട്രൂ ആണ്, ആറ് ഫോൾസ് ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 1 0 എന്നുള്ള സംഭവം വന്നു. അപ്പോൾ ഇതെന്താണ്, ഈ ഇംപ്ലിക്കേഷൻ സിഗ്നിഫിക്കൻ്റ് അല്ല, അതായത് കൺസിസ്റ്റൻ്റ് അല്ല. ഇനി നമ്മുടെ മോഡൽ പേപ്പറിലൊക്കെ കിടക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഐലൻഡിൽ 2 ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടായിരുന്നു, നൈറ്റും ഉണ്ട് നെയ്വും ഉണ്ട്. നൈറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ എപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ, നെയ്വ്സ് എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും നുണ മാത്രമേ പറയുള്ളൂ.
അപ്പോൾ രണ്ടാൾക്കാരേനെ കണ്ടു. അപ്പോൾ അതായത് എയും ബി ആയിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ എ പറയണത് ബി ഈസ് നൈറ്റ്, ബി പറയണത് 2 of us are ഓപ്പോസിറ്റ് ടൈപ്പ്. അടുത്ത ഓപ്ഷനിൽ എ പറയണത് 2 of us are both നൈറ്റ് ആൻഡ് ബി സേസ് എ ഈസ് നെയ്വ്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മളെങ്ങനെ ചെയ്യേണ്ടത് വെച്ചാൽ, ഇപ്പോൾ എനും ബിയും നമുക്ക് വലിയ ഐഡിയ ഇല്ല, രണ്ടാൾക്കാരാണ് എയും ബിയും. അപ്പോൾ എന്തൊക്കെ പോസിബിലിറ്റി ഉണ്ട്? 2 പേരും നൈറ്റും നെയ്വും ആവാം, 2 പേരും നൈറ്റ് ആവാം, 2 പേരും നെയ്വ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. ഈ നൈറ്റ് എന്ന് പറഞ്ഞ ആൾക്കാർ എപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ, നെയ്വ് എന്ന് പറയുന്ന ആൾക്കാർ എപ്പോഴും കള്ളം മാത്രമേ പറയുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യനിൽ ഒരെണ്ണത്തിന് അസ്യൂം ചെയ്യണം. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ എ നെയ്വ് നൈറ്റ് എന്ന് അസ്യൂം ചെയ്യണം. അതേപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യനിൽ എനെ നെയ്വ് നൈറ്റാന്ന് അസ്യൂം ചെയ്യുന്നു. അപ്പോൾ ഞാനിവിടെ എടുക്കുകയാണ് എ ഈസ് ആദ്യത്തെ കേസ് കേട്ടോ, കേസ് 1. ഇത് 2 ക്വസ്റ്റ്യൻ ആണല്ലോ, ഒന്ന് എയും ഒന്ന് ബിയും. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ എ നെയ്വാന്ന് അസ്യൂം ചെയ്തു. എ നെയ്വ് ആയതുകൊണ്ട് അതെപ്പോഴും കള്ളം പറയുന്നു. അപ്പോൾ എ പറയണത് ബി ഈസ് നൈറ്റ്. അപ്പോൾ ഇത് കള്ളാവണമെങ്കിൽ ബിയും എന്താവണം? നെയ്വ് ആവണം. അതായത് ബിയും കള്ളം പറയണ ആളാണ്. ഇപ്പോൾ നമുക്കുള്ളത് എയും കള്ളം പറയുന്ന ആളാണ്, ബിയും കള്ളം പറയുന്ന ആളാണ്. അപ്പോൾ ബി പറയണത് 2 of us are ഓപ്പോസിറ്റ് ടൈപ്പ് ആണോ? അല്ലല്ലോ. അതായത് ബി കള്ളം പറയുന്ന ആളാണ്, അപ്പോൾ ആൾ കള്ളം തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ ഒരു പോസിബിലിറ്റി എന്ത് ചെയ്യും? വർക്കാവും. ഇനി അടുത്തത് കണ്ടോ, ഈ ഒരു പോസിബിലിറ്റി, കാരണം ബി പറഞ്ഞത് കള്ളം തന്നെയാണ്, കാരണം രണ്ടാൾക്കാരും കള്ളന്മാരാണ്. അപ്പോൾ ബി പറയണത് എന്തായിരുന്നു? 2 പേരും ഡിഫറെൻ്റ് ആൾക്കാരാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പം അതെന്തായി? എന്താണ്? ബിയും കള്ളമാണ് പറയണത്, എയും കള്ളമാണ് പറയണതെന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് നമ്മൾ എത്തി. ഇനി എന് നെയ്വ് മാത്രമല്ലല്ലോ, എ നൈറ്റ് ആയിക്കൂടെ? നൈറ്റ് മീൻസ് പറയണതെല്ലാം സത്യമാണ്. അപ്പോൾ എ പറയണത് ബി നൈറ്റാണ്. ഇപ്പം നമുക്കിവിടെ കിട്ടിയേക്കുന്നത് എ നൈറ്റാണ്, ബിയും നൈറ്റാണ്, 2 പേരും പറയണത് സത്യമാണ്. പക്ഷേ ഈ ബി പറയണത് 2 of us are ഓപ്പോസിറ്റ് ടൈപ്പ്. നമുക്ക് അങ്ങനെയല്ലല്ലോ കിട്ടിയത്. ബി സത്യമാണ് പറയണമെങ്കിൽ ബി എന്താ പറയണ്ടേരുന്നത്? വി ആർ സെയിം ടൈപ്പ് എന്നല്ലേ പറയണ്ടേ? അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു കോൺട്രഡിക്ഷൻ വന്നു. ഇനി അടുത്തത് ഇത് കഴിഞ്ഞു. ഇനി അടുത്ത ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. എ സേസ് 2 of us are ഓപ്പോസിറ്റ് നൈറ്റ്. അപ്പോൾ ഞാൻ ആദ്യം എന്താ അസ്യൂം ചെയ്തു? എ ഈസ് എ നെയ്വ്. എ കള്ളം പറയാണ്. എ കള്ളം പറഞ്ഞു 2 of us are both നൈറ്റ്. അവിടെ കള്ളം വന്നുല്ലോ, കാരണം എ എന്ന് പറയണത് നൈറ്റ് ആണല്ലോ. അപ്പോൾ അത് ഓക്കെയാണ്. ഇനി ബി സേസ് എ ഈസ് എ നെയ്വ്. അപ്പോൾ നമ്മുടെ അസംഷൻ പ്രകാരം എ ഈസ് എ നെയ്വ് തന്നെയാണ് അല്ലേ? അപ്പോൾ ബി ഇവിടെ എന്താ പറഞ്ഞത്? ബി ഇവിടെ സത്യമാണ് പറഞ്ഞത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയത് എ നെയ്വും ബി നൈറ്റും എന്നുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ എന്ത് ചെയ്തത്? നമുക്കിവിടെ കിട്ടിയത്. ഇനി അതേപോലെ തന്നെ അതിന് നമുക്ക് കോൺട്രഡിക്ഷൻ ഒന്നും കിട്ടിയിട്ടില്ല. അടുത്തപോലെ തന്നെ എ നൈറ്റാന്ന് അസ്യൂം ചെയ്തു. എ നൈറ്റാണ്, അപ്പോൾ എന്താ പറയുക? എ സത്യം മാത്രമാണ് പറയുള്ളൂ അല്ലേ? അപ്പോൾ എ പറയുന്നത് 2 of us are both നൈറ്റ്. അങ്ങനെയാണെങ്കിൽ എ സത്യം മാത്രമാണല്ലോ പറയണത്. അപ്പോൾ എയും നൈറ്റാണ്, ബിയും നൈറ്റാണ്. പക്ഷെ ബി പറയണത് എ നെയ്വാണ്. ബി നൈറ്റാന്ന് പറയണതിൽ ബി സത്യം മാത്രമേ പറയുള്ളൂ. ഇപ്പം നമ്മൾ പറയണത് എയും നൈറ്റാണ്, ബിയും നൈറ്റാണെന്നാണ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടി എ നെയ്വാന്നാണ് പറയണത്. അപ്പോൾ ഈ ഒരു അസംഷൻ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടുന്ന് നമുക്ക് അത് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഓരോന്നും ചെക്ക് ചെയ്തിട്ട് വേണം ഈ ക്വസ്റ്റ്യനെ നമ്മൾ കാണാൻ. ഇനി പ്രൂവ് ദാറ്റ് പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി ഓർ ക്യൂ ഈസ് എ ടോട്ടോളജി വിത്തൗട്ട് യൂസിങ് എ ട്രൂത്ത് ടേബിൾ. ഇംപ്ലൈസ് കണ്ടാൽ നമുക്ക് അറിയണ ആ ഒരു രൂപത്തിലേക്ക് മാറ്റണം. പി ഇംപ്ലൈസ് ക്യൂ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തിലേക്ക് ആക്കും? നെഗേഷൻ പി ഓർ ക്യൂയിലേക്ക് മാറ്റും. അപ്പോൾ ഇതെന്തായി? ഇതിൻ്റെ നെഗേഷൻ പി ആൻഡ് ക്യൂ ഓർ പി ഓർ ക്യൂ എന്ന് വന്നു.
ഡി മോർഗൻ അപ്ലൈ ചെയ്യാൻ വേറെ നിർത്തിയൊന്നുമില്ല. അപ്പോൾ പി എന്തായി മാറി, ഇതാ ഡി മോർഗൻ അപ്ലൈ ചെയ്യുമ്പോൾ പി നെഗേഷൻ പി ആവും, ആൻഡ് ഓർ ആവും, ക്യൂ നെഗേഷൻ ക്യൂ ആവും, ഓർ പി ഓർ ക്യൂ എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഇതിൽ നമുക്ക് ബ്രാക്കറ്റുകൾ മാറ്റിയിടാമെന്ന് വിചാരിക്കുക. നെഗേഷൻ പി ഓർ പി ഉണ്ട്, നെഗേഷൻ ക്യൂ ഓർ ക്യൂ ഉണ്ട്. അപ്പോൾ ബ്രാക്കറ്റുകൾ മാറ്റുന്നതിന് അസോസിയേറ്റീവ് ലോ എന്ന് പറയുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു സെറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും കൂടി യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഫുൾ യൂണിവേഴ്സ് കിട്ടും. ഇവിടെ ഫുൾ യൂണിവേഴ്സ് കിട്ടുന്നതിന് ടി എന്നാണ് പറയുക. അപ്പോൾ ഇത് നമ്മുടെ ലോയിൽ ഇൻവേഴ്സ് ലോ ആണ്, അല്ല രണ്ടും. അപ്പോൾ ടി ഓർ ടി ചെയ്ത് കഴിഞ്ഞാൽ ടി വരും, അത് ഡോമിനേഷൻ ലോ. അറ്റ്ലീസ്റ്റ് നമുക്കിപ്പോൾ ഇതിൻ്റെ ലോ എഴുതാൻ പറ്റിയില്ലെങ്കിലും കാര്യങ്ങളെങ്കിലും എഴുതാൻ പറ്റാച്ചാൽ നല്ലതാണ്. അത്രയും ടഫായ പേപ്പറിലാണല്ലോ മറ്റെന്താ പറയുക ട്രൂത്ത് ടേബിൾ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ്. ഇതാകുമ്പോൾ നമുക്ക് ആ സമയത്ത് കിട്ടണം. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് ക്യൂ എന്താണ് കാണേണ്ടത്, പി ഓർ ആർ ഇംപ്ലൈസ് ക്യൂവിലേക്ക് എത്തണം. എത്തുമോ നോക്കാം നമുക്ക്. പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് ആർ ഇംപ്ലൈസ് ക്യൂ. ആദ്യം ഞാൻ പി ഇംപ്ലൈസ് ക്യൂവിനെ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് എഴുതി, ആൻഡ് അവിടെ എഴുതി. ആർ ഇംപ്ലൈസ് ക്യൂവിനെ നെഗേഷൻ ആർ ഓർ ക്യൂ ഒരുപാട് വട്ടം യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഇനി ഇവിടെ ഓർ ക്യൂ എന്നുള്ളത് കോമൺ ആണ്. അപ്പോൾ നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ആർ ഓർ ക്യൂ. അപ്പോൾ അങ്ങനെയൊക്കെ എടുക്കുന്നതിനാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഇനി നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ആർ കാണുമ്പോൾ നെഗേഷൻ എടുത്ത് പുറത്തേക്ക് ഇടുകയാണെങ്കിൽ എന്ത് വരും, നെഗേഷൻ പി ഓർ ആർ ഓർ ക്യൂ. ഇത് ഡി മോർഗൻ ലോയാണ്. അപ്പോൾ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് പറയുന്നത് ഇംപ്ലിക്കേഷനാണ്. അപ്പോൾ പി ഓർ ആർ ഇംപ്ലൈസ് ക്യൂ എന്ന് കിട്ടി. ഇനി അടുത്തത് പി ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ഓഫ് നെഗേഷൻ പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് പി വിത്തൗട്ട് യൂസിങ് ദ ട്രൂത്ത് ടേബിൾ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പി ഓർ ക്യൂവും ആ സംഭവം തന്നത് എഴുതിയെടുത്തു. ഇനി നെഗേഷൻ ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ നെഗേഷൻ പി എന്തായി മാറി, പി ആയി, ആൻഡ് ഓറായി, ക്യൂവ് നെഗേഷൻ ക്യൂ ആയി. അപ്പോൾ ഇവിടെ നമുക്ക് പി ഓർ രണ്ടിലും കോമൺ ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യാം. ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ ഒന്നാലോചിച്ച് നോക്കിയാൽ ഒരു സെറ്റും അതിൻ്റെ കോംപ്ലിമെൻറ്റും ഇൻ്റർസെക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈയാണ് കിട്ടുക. ഇവിടെ ഫൈ എഫ് നോട്ടാണ്, അത് ഇൻവേഴ്സ് ലോ ആണ്. ക്യൂവും നെഗേഷൻ ക്യൂവും പിയും നെഗേഷൻ പി ഒക്കെ കയറി വരികയാണെങ്കിൽ അപ്പോൾ എഴുതാനുള്ള ലോയാണ് ഇൻവേഴ്സ് ലോ. അപ്പോൾ പി ഓർ എഫ് നോട്ട് എന്ന് വന്നു, അപ്പോൾ പി എന്ന് കിട്ടി. ഇനി അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ എന്ത് കിട്ടണം, നെഗേഷൻ പി ഓർ ക്യൂ എന്ന് വിത്തൗട്ട് യൂസിങ് ട്രൂത്ത് ടേബിൾ കിട്ടണം. അവിടെ പി ഇംപ്ലൈസ് ക്യൂന്ന് കണ്ടു, അപ്പോൾ അവിടെ നെഗേഷൻ പി ഓർ ക്യൂ എന്ന് എഴുതി. ആൻഡ് നെഗേഷൻ ക്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഡിസ്ട്രിബ്യൂട്ട് ചെയ്തപ്പോൾ എന്ത് വന്നു, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ ഓർ ക്യൂ ആൻഡ് നെഗേഷൻ ക്യൂ. ഇവിടുന്ന് തന്നെ നമുക്ക് എഴുതാം, ക്യൂ ഇൻ്റർസെക്ഷൻ നെഗേഷൻ ക്യൂ ചെയ്ത് കഴിഞ്ഞാൽ എഫ് നോട്ടാണ് കിട്ടുക. അപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് എന്ത് കിട്ടി, നെഗേഷൻ പി ആൻഡ് നെഗേഷൻ ക്യൂ. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് നെഗേഷൻ പി ഓർ ക്യൂ ആണല്ലോ. അത് എഴുതാണെങ്കിൽ നമുക്ക് ഡി മോർഗൻ ലോ എന്ന് പറഞ്ഞാൽ മതി. ഇനി അടുത്തത് പി ഇംപ്ലൈസ് ക്യൂ ഇംപ്ലൈസ് ആർ. ഇതെന്താണെന്ന് കാണിക്കണം, പി ഇംപ്ലൈസ് നെഗേഷൻ ക്യൂ ഓർ ആർ എന്ന് കാണിക്കണം. അത് കഴിഞ്ഞിട്ട് എന്ത് കാണിക്കണം, പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആർ. അതിൽ ആദ്യത്തെ നല്ല എളുപ്പമാണ്, കാരണം ക്യൂ ഇംപ്ലൈസ് ആറിന് ജസ്റ്റ് നെഗേഷൻ ക്യൂ ഓർ ആർ എന്ന് കൊടുത്തിട്ടുള്ളൂ അല്ലേ. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ക്യൂ ആയിട്ട് നെഗേഷൻ ക്യൂ ഓർ ആറിന് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് വരും, നെഗേഷൻ പി ഓർ നെഗേഷൻ ഓഫ് ക്യൂ ഓർ ആർ എന്ന് വന്നു. ഇനി ഇവിടെ ഞാൻ നോക്കുന്ന സമയത്ത് എന്ത് പ്രൂവ് ചെയ്യാൻ ആൾ പി ആൻഡ് ക്യൂ ഇംപ്ലൈസ് ആറിന് കിടക്കണം. അപ്പം ഞാൻ ബ്രാക്കറ്റ് മാറ്റുന്നതിന് അസോസിയേറ്റീവ് ലോ എന്ന് കൊടുത്തു. ഈ നെഗേഷൻ പി ഓർ നെഗേഷൻ ക്യൂ അതേപോലെ ഡി മോർഗൻ ലോ കൊടുക്കുമ്പോൾ നെഗേഷൻ പി ആൻഡ് ക്യൂ. അതായത് എന്താ ഇപ്പോൾ വല്ല പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അത് എവിടേക്ക് എത്തിക്കണം എന്ന് നമ്മളെപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം, അപ്പോഴാണ് നമ്മൾക്ക് ഇത് കിട്ടുക. ഇനി അടുത്തത് ഷോ ദാറ്റ് പി ഇംപ്ലൈസ് ക്യൂ ഓർ പി ഇംപ്ലൈസ് ആർ ആൻഡ് പി ഇംപ്ലൈസ് ക്യൂ ഓർ ആർ ഈക്വലൻ്റ് ആണെന്ന് കാണിക്കണം.
നമുക്ക് കാണിക്കാം. അപ്പോൾ പി ഇംപ്ലൈസ് ക്യൂ ഓർ പി ഇംപ്ലൈസ് ആറ്. പി ഇംപ്ലൈസ് ക്യൂവിന് കണ്ടു കഴിഞ്ഞാൽ നെഗേഷൻ പി ഓർ ക്യൂവും, പി ഇംപ്ലൈസ് ആറിന് കണ്ടു കഴിഞ്ഞാൽ നെഗേഷൻ പി ഓർ ആറും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി എന്ത് ചെയ്തു, ഇവിടെ നെഗേഷൻ പി കോമൺ ആയതുകൊണ്ട് നെഗേഷൻ പി ഓർ ക്യൂ ഓർ ആറ്. ഇത് നമുക്കറിയാം പി ഇംപ്ലൈസ് ക്യൂ ഓർ ആറിൻ്റെ വേറൊരു ഫോമല്ലേ. അപ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ ടഫാണ് തോന്നിയെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച സംഭവം ആ പി ഇംപ്ലൈസ് ക്യൂവോ ക്യൂ ഇംപ്ലൈസ് ആറോ ഇതിന് തന്നെ ശരിക്കും എഴുതുമ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്തുന്നുണ്ട്.